ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നാം കേൾക്കുന്നത് ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവിയെക്കുറിച്ചാണ്. വൈറ്റ് താര എന്നാണ് ആ ദേവിയുടെ പേര്. ദീർഘായുസ്സും രോഗവിമുക്തിയും നല്ല ആരോഗ്യവുമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ദേവതയാണ് വൈറ്റ് താര. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വര സങ്കല്പങ്ങളിൽ ഒന്നാണ് താരാദേവി. ബുദ്ധിസ്റ്റുകളുടെ അമ്മ എന്ന പേരിലും താരാദേവി അറിയപ്പെടുന്നു. ദേവി നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി നമ്മുടെ ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാക്കി തരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അനുഗ്രഹം ചൊരിയുന്ന ഒരു അമ്മയാണ് താരാദേവി. വെള്ള താരാദേവിയുടെ മൂലമന്ത്രം ദിവസവും രാവിലെ 9 തവണയെങ്കിലും ശുദ്ധമായ മനസ്സോടെ ജപിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം തന്നെ ലഭിക്കുമെന്നുള്ളതും അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾ വൈത്താരയെക്കുറിച്ച് കേൾക്കാനിടയായതുപോലും അമ്മയുടെ ചെറിയ രീതിയിലുള്ള ഒരു അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രീഭൂതരായി എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്ക് മന്ത്രങ്ങളും ജപങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുവാനും ആയുസ്സും ആരോഗ്യവും വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ദേവന്മാരെയും ദേവിമാരെയും ഭജിക്കുവാനും അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലുവാനും അവരെ ആരാധിക്കുവാനും അവരുടെ ഓരോരോ കീർത്തികൾ നമുക്ക് കേൾക്കുവാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ആരെയാണോ ഭജിക്കേണ്ടത് അവരെയൊക്കെ നമ്മൾ ഭജിച്ച് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിലാക്കാൻ വളരെയധികം പ്രയത്നിക്കപ്പെടേണ്ടതുണ്ട്. വെറും മരുന്നുകൊണ്ട് മാത്രം നിലനിർത്താവുന്ന ഒന്നല്ല നമ്മുടെ ആരോഗ്യം. നമ്മുടെ മനസ്സിലെ ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും ഒക്കെ മാറ്റിയാൽ തന്നെയാണ് നല്ല ആരോഗ്യം ഉള്ള മനസ്സും നല്ല ആരോഗ്യമുള്ള ശരീരവും നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രപഞ്ചം മുഴുവൻ ഒരുപാട് ദേവന്മാരുടെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ അവരെവരെയും സന്തോഷിപ്പിക്കേണ്ടതും അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. സദാ ദൈവിക ചിന്തകളോടെ ജീവിക്കുന്ന ഏതൊരാൾക്കും ഇന്നത്തെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുള്ള ദുഷ്പ്രവർത്തികളും ദുഷ്ചിന്തകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതിലൊന്നും അടിമപ്പെടാതെ ജീവിക്കാൻ ഈ ശക്തികളൊക്കെ നമ്മളെ സഹായിക്കും. തിബറ്റ് പോലെയുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ താരാദേവിയുടെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോ നിറത്തിലുമുള്ള ദേവതകളെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുതന്നെ ഓരോ നിറത്തിനും ഓരോ പ്രശ്നങ്ങളെ ദൂരീകരിച്ചു തരുവാൻ കഴിവുള്ള ദേവിമാരാണ് എന്ന് തന്നെയാണ് അവരുടെ ഓരോ ഈശ്വര സങ്കല്പങ്ങളും. നമ്മൾ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്ന ദേവതമാരെയാണ് അവർ സാധാരണ ആരാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദേവതമാരും വ്യത്യസ്തരാണ്. ഗ്രീൻ താരാദേവത, യെല്ലോ താരാദേവത, റെഡ് താര, ബ്ലാക്ക് താര, ബ്ലൂ താര എന്നിങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ അവർ അറിയപ്പെടുന്നു. സപ്തമാതൃക്കളെ പോലെ തന്നെ ബുദ്ധിസ്റ്റുകൾക്കിടയിലുള്ള ദശമഹാവിദ്യയിൽ ഒരാളാണ് താരാദേവി. ഭയഭക്തിയോടും വിശ്വാസത്തോടും അതുപോലെ തന്നെ നമ്മുടെ ഏതാഗ്രഹമാണോ സാധിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നടക്കണമെന്ന ആഗ്രഹത്തോടും ശുദ്ധമായ ശരീര ശുദ്ധിയോടും അതുപോലെ തന്നെ മനഃശുദ്ധിയോടും കൂടി ദേവിയെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരം നടത്തി തരുന്ന ദേവത കൂടിയാണ് ശ്രീ താരാദേവി. ഒന്നുണ്ട്, മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ പാടുള്ളതല്ല. ഏറ്റവും ബെറ്ററായിട്ടുള്ളത് രാവിലെ ഈ ഒരു മന്ത്രം 9 തവണ 108 തവണ ജപിക്കുകയാണെങ്കിൽ ഒരാഴ്ച 108 തവണയും അതിനുശേഷം നിങ്ങൾക്ക് സൗകര്യപൂർവ്വം 9 തവണയൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഇനി 108 തവണ ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് 9 തവണയെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദേവിയെ ഭജിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുകയും ചെയ്യും. വെള്ള നിറത്തോടു കൂടിയിട്ടുള്ള ഈ ദേവി വളരെ കരുണയും സ്നേഹവും ദയയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ പാതയിൽ നമുക്ക് വ്യത്യസ്തമായ ഊർജമോ പുണ്യമോ ഒക്കെ വാഗ്ദാനം ചെയ്യാനായിട്ട് ബുദ്ധമതക്കാരുടെ ഈ ദേവതയായിട്ടുള്ള വൈറ്റ് താരാദേവിക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ മുറിവേറ്റ മനസ്സോ ശരീരമോ എന്തു തന്നെയായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ മുറിവുകളൊക്കെ സൗഖ്യം നേടിത്തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ ഒരു വൈറ്റ് താരയെ ആരാധിക്കുന്ന ഒരു മന്ത്രം ഇവിടെ പറയുകയാണ്. ഇത് ചൈനീസ് ഭാഷയിലും അത് തർജ്ജമ ചെയ്ത് സാൻസ്ക്രിറ്റിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് സാൻസ്ക്രിറ്റ്, അതായത് സംസ്കൃത ഭാഷയിലുള്ള വൈറ്റ് താരാദേവിയുടെ മൂലമന്ത്രമാണ് ഇവിടെ പറയുന്നത്. ഓം താരേ തുത്താരേ തുരേ മാം ആയു പുണ്യജ്ഞാന പുസ്തകേ കുരുസ്വാഹ. അർത്ഥം ഇതാകുന്നു: എനിക്ക് ദീർഘായുസ്സും പുണ്യവും ജ്ഞാനവും വർദ്ധിപ്പിച്ചു തരുന്ന ഈ ഒരു താരാദേവിയെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ഒരു മന്ത്രം കേൾക്കുന്നതും ചൊല്ലുന്നതിലൂടെ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് ചിന്തകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമാകുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ബുദ്ധമത വിശ്വാസികളുടെയും അല്ലെങ്കിൽ തിബറ്റൻസിൻ്റെയും വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ദേവതയായിട്ടുള്ള വൈറ്റ് താരയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കേട്ടത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെയും ഭഗവതിയെയും നിങ്ങൾ ആരാധിക്കുന്ന ഏത് ദേവി ദേവന്മാരാണ് അവരുടെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.